ആണവായുധ നിരായുധീകരണത്തിന് ഇറാൻ വഴങ്ങുന്നു. ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫീൽ ഗ്രോസി പറഞ്ഞു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗിച്ചിയുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പ്രതികരണം. രണ്ടാം ഘട്ട ആണവ നിരായുധീകരണ ചർച്ച ശനിയാഴ്ച റോമിൽ നടക്കാനിരിക്കെയാണ് നിർണായക നീക്കങ്ങൾ. രണ്ടാം ഘട്ട ആണവ നിരായുധീകരണ ചർച്ച ശനിയാഴ്ച റോമിൽ നടക്കാനിരിക്കെയാണ് റഫേൽ ഗ്രോസി ടെഹ്റാനിൽ എത്തിയത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച പ്രതീക്ഷ നൽകുന്നതെന്നും ശാശ്വത പ്രശ്നപരിഹാരത്തിന് വഴികൾ തേടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. Well, we cannot, rewrite the past. The past is the past. What happened, you can judge in different ways. That visit in November was indeed, in my opinion, and I said it upon my return to Vienna, a very positive. It was a very positive visit. We were able to have some agreements. Then a political development was what it was. As you are saying, a resolution was approved by the Board of Governors. The Board of Governors is, in a certain sense, my boss, because it's the countries there. But the important thing is what we are doing now. We are seeing now new vistas. We are seeing now the possibility of clarify a number of situations. Iran and the agency in bilateral and also in support of the process the foreign minister is being the protagonist of. ഇറാന്റെ ആണവായുധം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച ആദ്യഘട്ട ചർച്ച ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഒമാനിൽ നടന്നിരുന്നു. 20 വർഷമായി നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ ശാശ്വത പരിഹാരത്തിലേക്ക് നീങ്ങുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. റോമിലാണ് ഇറാൻ US ആണവ നിരായുധീകരണ ചർച്ചകളുടെ രണ്ടാം ഘട്ടം നടക്കുക. റോമിൽ നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ ഇറാന്റെ ആണവ ശേഖരം പരിശോധിക്കുന്നത് സംബന്ധിച്ചും നിരീക്ഷണങ്ങളുണ്ടാകും. അമേരിക്ക ആക്രമിക്കില്ലെന്ന് ഉറപ്പു നൽകുകയാണെങ്കിൽ ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിന്മാറാമെന്നാണ് ഇറാന്റെ നിലപാട്. ട്രംപിന്റെ കർശന നിലപാടുകൾക്ക് ഇറാൻ വഴങ്ങുന്നതായി തന്നെയാണ് കൃത്യമായ സൂചന. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.